Hi dear students. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഇനി ഒരു മാസമില്ല അല്ലേ എക്സാമിന്. അപ്പൊ എല്ലാവരും കുറെയൊക്കെ പഠിച്ച് ചിലരെങ്കിലും ഒന്നോ രണ്ടോ വട്ടം റിവിഷൻസ് ഒക്കെ പൂർത്തിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എക്സാം എങ്ങനെയാണ് അതിന്റെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മൾ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു വ്യത്യാസം കൂടി അതിനുണ്ട് അല്ലെ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ രീതിയിൽ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കില്ല. അതായത് നമ്മുടെ ആ ഒരു എക്സാമിന്റെ ഒരു 2 മണിക്കൂറും 25 മിനിറ്റുമാണ് കറക്റ്റ് പറഞ്ഞാല്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ 2 എക്സാമുകൾ എഴുതുന്ന ഒരു രീതിയാണ് നമ്മുടെ ബയോളജി എക്സാമിന് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾ ആ എക്സാം എങ്ങനെയാണെന്നും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നും ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു ബയോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് 2 ഭാഗങ്ങൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് രൂപത്തിലാണ് കിട്ടുക. അപ്പൊ അതിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. പാർട്ട് 3 ബയോളജി ബ്രാക്കറ്റില് ബോട്ടണി ആൻഡ് സുവോളജി. മാക്സിമം സ്കോർ 60 ആണ്. ടൈം 2 മണിക്കൂർ. കൂൾ ഓഫ് ടൈം 20 മിനിറ്റ്. പ്രിപ്പറേറ്ററി ടൈം 5 മിനിറ്റ്സ്. ഈ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ഇയറിന്റെ എക്സാമിനൊക്കെ നമുക്ക് കുറച്ചൊരു കൂൾ ഓഫ് ടൈം 5 മിനിറ്റ് കൂട്ടിയൊക്കെ ഉണ്ടായി. ഓക്കെ, അല്ലാത്ത രീതിയിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് എക്സാം എഴുതാൻ 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂറിൽ 1 മണിക്കൂർ ബോട്ടണി എഴുതാനും 1 മണിക്കൂർ സുവോളജി എഴുതാനുമാണ്. അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളത് എഴുതാം, അങ്ങനെയൊന്നുമല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഫസ്റ്റ് അവറിൽ നിങ്ങൾ ബോട്ടണി എഴുതിയിട്ട് ആ 1 മണിക്കൂർ കഴിയുമ്പോൾ ബോട്ടണിയുടെ ആൻസർ ഷീറ്റ് കൊടുത്തതിന് ശേഷം പുതിയ മെയിൻ ഷീറ്റ് വാങ്ങിയിട്ട് വേണം സുവോളജി എക്സാം എഴുതാൻ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോട്ടണി ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള കൂൾ ഓഫ് ടൈം ആണ്. ഓക്കെ, അപ്പോ ആ ഒരു മെയിൻ ഷീറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് മെയിൻ ഷീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് സെപ്പറേറ്റ് ആണ് വാല്യൂ ചെയ്യുക. അപ്പോ ചിലപ്പോൾ സെപ്പറേറ്റ് വാല്യൂഷൻ ക്യാമ്പുകളിലേക്ക് പോവാം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. മെയിൻ ഷീറ്റിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് എഴുതണം, +1 എക്സാം എന്നൊക്കെ എഴുതിയിട്ട് സബ്ജക്ട് എന്നുള്ളിടത്ത് കൃത്യമായിട്ട് സുവോളജി ആണെങ്കിൽ സുവോളജി, ബോട്ടണി ആണെങ്കിൽ ബോട്ടണി എന്നുള്ളത് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഇപ്പൊ ബോട്ടണിയുടെ മെയിൻ ഷീറ്റ് വാങ്ങി അതൊക്കെ ഫില്ല് ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു. അതിനുശേഷം ബോട്ടണി ആൻസർ ചെയ്തു കഴിഞ്ഞാൽ ആ പേപ്പറൊക്കെ എന്ത് ചെയ്യുക, കെട്ടി റെഡി ആക്കിയിട്ട് നിങ്ങളുടെ എക്സാമിന്റെ സമയം പറയാം. 1 മണിക്കൂർ ആകുമ്പോൾ പേപ്പർ കൊടുക്കാൻ പറയും. ആ സമയത്ത് നിങ്ങൾ പേപ്പർ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ്, സുവോളജിക്ക് അവിടെ എത്ര മിനിറ്റിലേക്ക് കൂൾ ഓഫ് ടൈം എടുക്കാം, 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് ഏതിനുണ്ട്, സുവോളജിക്ക് ഉണ്ട് അല്ലെ. ദെൻ എന്ത് ചെയ്യാൻ പറ്റും, 5 മണിക്കൂർ അതിന്റെ 5 മിനിറ്റ് ഒരു പ്രിപ്പറേറ്ററി ടൈം ഉണ്ട്. രണ്ടാമത്തെ മെയിൻ ഷീറ്റ് വാങ്ങാനും ഫില്ല് ചെയ്യാനും ആദ്യത്തെ കെട്ടി കൊടുക്കാനും ഒക്കെ കൂടെ കുഴിച്ചാണ് അങ്ങനെ ഒരു അഡീഷണൽ ആയിട്ട് 5 മിനിറ്റ് നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ 25 മിനിറ്റ്സ് ആണ് എഴുതാനുള്ളതിൽ നിന്ന് കൂടാതെ നമുക്ക് കിട്ടുന്ന സമയം. ഓക്കെ, അപ്പൊ 10 മിനിറ്റ് ബോട്ടണി, 10 മിനിറ്റ് സുവോളജി, 5 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം. അങ്ങനെയാണ് അതിന്റെ സമയമുള്ളത്. ഇനി നമുക്ക് അതിൽ പറയാനുള്ള കാര്യങ്ങൾ, കൂൾ ഓഫ് ടൈമിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നിർദ്ദേശങ്ങളൊക്കെ വായിക്കണം. പിന്നെ ചോദ്യങ്ങൾ മലയാളത്തിലുണ്ട്. അപ്പോ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം ബോട്ടണി, 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം സുവോളജി, 5 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തുറന്നു കഴിഞ്ഞാല് അതില് പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് കാണുക എന്താണ്, ബോട്ടണിയാണ്. പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് കാണുക. അപ്പൊ എന്ത് ചെയ്യാം, ബോട്ടണി ആദ്യം നിങ്ങൾക്ക് എഴുതി തുടങ്ങണം. ഓക്കെ, അപ്പൊ ബോട്ടണി ആദ്യം എഴുതി തുടങ്ങുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, സുവോളജിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സുവോളജി എഴുതുക. അപ്പൊ ഇതിൽ 2ന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിലുള്ള ഞാനിപ്പോ സുവോളജി പാർട്ട് ബി കാണിക്കുകയാണ്. സുവോളജിയാണ് പാർട്ട് ബി എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് അതില് 3 തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. സെക്ഷൻ 1ഉം 2ഉം 3ഉം ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാവാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മാച്ച് ദി ഫോളോവിംഗോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, നെയിം ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള 1 മാർക്കിന്റെ
ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കിപ്പോ കഴിഞ്ഞ ഈ ഫോക്കസ് ഏരിയ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുൻപ് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തരിക. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് നമുക്ക് ആ ഒരു പാറ്റേണിൽ വരിക. ഇപ്പൊ കഴിഞ്ഞ നിങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സിന്റെ എക്സാമില് ഇപ്പൊ അവർക്ക് അറിയാലോ ഏത് വേണമെങ്കിലും എഴുതാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു കൊണ്ട് 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണം അറിയെങ്കിൽ 5 എഴുതാം, 5 മാർക്ക് കിട്ടുമായിരുന്നു. 7 എണ്ണം ആണെങ്കിൽ 7 എഴുതാം, 7 മാർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിലെന്താണ് നിർദ്ദേശം എന്നുള്ളത് നമ്മളിപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം നിങ്ങൾ പഠിക്കുമ്പോ ആ ഓരോ ഭാഗത്തുനിന്നും പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഫസ്റ്റ് പാർട്ട് അങ്ങനെയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കുട്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ സൈഡില് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെങ്കിൽ ഈ ഭാഗത്ത് അതേ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരിക്കും? മലയാളത്തിൽ ഉണ്ടായിരിക്കും. അത് വായിച്ച് മനസ്സിലാക്കാൻ, ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് വായിച്ച് മനസ്സിലാക്കാം? ഈ മലയാളത്തിലുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഉത്തരങ്ങളും അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചോദ്യം മാത്രമാണ് ഇതിൽ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതില് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു 1 മാർക്കിന്റെ ഫസ്റ്റ് പാർട്ടാണ്. 6 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസ് 6 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 6 to 16 എന്നുള്ളതിൽ നിന്നും നിങ്ങൾക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോ 9 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, അങ്ങനെ 18 മാർക്ക് അല്ലെ. ആദ്യ ഭാഗത്തോ 5 എണ്ണത്തില് 3 എണ്ണം എഴുതാനും 3 × 1 3 മാർക്ക്. ഓക്കെ, അപ്പൊ എത്ര മാർക്കായി? ഇവിടെ 18 മാർക്ക് കിട്ടി. അവിടെ എത്ര മാർക്ക് കിട്ടി? 3 മാർക്കായിട്ട് 18 3 21 മാർക്ക് നമുക്ക് അവിടെ കിട്ടി അല്ലെ. അപ്പൊ ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോ ഇതിൽ നോക്കൂ, എക്സ്പാൻഡ് ദി ഫോളോവിങ് ICBN-ഉം ICZ-നും നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമിൻക്ലേച്ചർ, സുവോളജിക്കൽ നോമിൻക്ലേച്ചർ. അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ളത് ചോദിക്കാം. കോളം എ കോളം ബി മാച്ച് ചെയ്യാനുള്ളത് ചോദിക്കാം. പിന്നെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഡയഗ്രാം തന്നിട്ട് ഇപ്പൊ തന്നിട്ടുണ്ട് ഡയഗ്രാം. അപ്പൊ ഇത് തന്നിട്ട് അതിന്റെ പേരെന്താണെന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ബോട്ടണി സുവോളജിയും സെയിം പാറ്റേൺ ആണ് പറഞ്ഞില്ലേ. പക്ഷെ അപ്പോഴും നമുക്കൊരു കാര്യം എന്താ വെച്ചാല് സുവോളജിയിൽ സാധാരണ രീതിയിൽ അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ഉണ്ടാവാറില്ല. അധികവും പറഞ്ഞ മാച്ച് ദി ഫോളോവിംഗ് ആയിരിക്കും. ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യുക, പാർട്ട് ലേബൽ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാറ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലെ. അപ്പൊ ആ ഗ്രാഫാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ 2 മാർക്കിന് വരിക. 16 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവസാനിച്ചു. 17 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അല്ലെ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് 4 എണ്ണയുള്ളൂ. 17, 18, 19, 20 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിലെ ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് വരിക. അപ്പൊ ഇവിടെയും ഞാനിപ്പോ പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ ഇപ്പൊ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ആയതുകൊണ്ടും 30 മാർക്കിനുള്ള പരീക്ഷയാണെങ്കിൽ പോലും 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ മാറ്റം വരാം. പക്ഷേ നമ്മുടെ ചോദ്യങ്ങള് മാർക്ക് സ്കോർ, ഓരോ ക്വസ്റ്റ്യന്റെ സ്കോർ ഈ രീതിയിലാണ് വരിക. അതായത് 1 സ്കോർ, 2 സ്കോർ, 3 സ്കോർ. 3 സ്കോർ ആകുമ്പോൾ മിക്ക ക്വസ്റ്റ്യനും അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എയും ബി എന്നുള്ള രീതിയിലൊക്കെ വരിക ചെയ്യാം. അതുപോലെ നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാനും ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കമ്പയർ ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോ 3 മാർക്കിന്റെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആണ്? 3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര? 3 × 3 9. അപ്പൊ അവിടെ 21 ഇവിടെ 9 30. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോ കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം ലാസ്റ്റ് നടന്ന ആ സമയം വരെ ഈ രീതിയിലാണ് നടന്നത്. അപ്പൊ ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനുമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുന്നത് കൊണ്ട് നിങ്ങളുടെ മാർക്ക് ഒന്നും കുറയില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഈ എക്സാമിന്റെ കാര്യം പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്കിപ്പോ 60-ൽ 18 മാർക്കാണ് പാസ് മാർക്ക്. CE മാർക്ക് കൂട്ടാതെയാണ് കേട്ടോ. നമ്മൾ തിയറിക്ക് എഴുതി എടുക്കുന്നത് തന്നെ 18 മാർക്ക് വേണം. വേറെ ഒന്നുള്ളത്, ഇപ്പൊ നമുക്ക് ഈ സബ്ജക്റ്റില്
നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇൻ കേസ് ഫെയിൽ ആവുകയോ ഇംപ്രൂവ് ചെയ്യുകയോ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ബയോളജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ബോട്ടണി മാത്രമായിട്ടോ സുവോളജി മാത്രമായിട്ടോ ചെയ്യാൻ പറ്റില്ല. ബയോളജി എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്കത് നമുക്ക് വീണ്ടും അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് 22 ചാപ്റ്റേഴ്സ് പഠിക്കലൊന്നും എളുപ്പമല്ലാത്തത് കൊണ്ട് മാക്സിമം സ്കോർ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഏരിയ ഒക്കെ വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും ഈ രീതിയിലൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാലോ, ഈ ഡയഗ്രാം ലേബിൾ ചെയ്യാൻ ചോദിക്കാലോ. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ കുട്ടികളെ ചോദിച്ചിട്ടുള്ളത് ഡയഗ്രാംസ് വരയ്ക്കാൻ. സാധാരണ രീതിയിൽ ഇപ്പൊ ഹാർട്ട്, ഐ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്യാനാണ് ചോദിക്കാറ്. പിന്നെ ചില ഡയഗ്രാംസ് ഇപ്പോ നമ്മുടെ ആനിമൽ കിങ്ഡത്തിലൊക്കെ ആണെങ്കിൽ എക്സാമ്പിൾസിന്റെ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഇപ്പോ നമ്മുടെ സീലിട്രേറ്റയിലാണെങ്കിൽ അതിലെ നിഡോബ്ലാസ്റ്റിന്റെ ഡയഗ്രാം ഉണ്ട്, അത് തന്നിട്ട് ഏത് ഫൈലത്തിലാണ് ഇത് കാണുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ ഗ്രാഫ് കാണിച്ചു അല്ലെ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അങ്ങനത്തെ ഗ്രാഫുകൾ തരാം. അപ്പൊ ഇത്തരത്തിൽ ഡയഗ്രാംസ് തന്നിട്ട് ഒന്നുകിൽ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ലേബൽ ചെയ്യാൻ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏത് ഫൈലത്തിലെയാണ്, ഫൈലത്തിന്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നോർമലി നമുക്ക് ഇപ്പൊ സിനാപ്സ് എന്ന് പറഞ്ഞു, സിനാപ്സിന്റെ ഡയഗ്രാം തരാം, ലേബൽ ചെയ്യാൻ ചോദിക്കാം, അതിനെക്കുറിച്ച് എഴുതാൻ ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാറ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോ ടീച്ചർ 11 ചാപ്റ്റേഴ്സിന്റെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ കേരളത്തിൽ അങ്ങിങ്ങോളുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പൊ നമുക്ക് ഇടുക്കി ആണെങ്കിലും മൂന്നാറാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കണ്ണൂർ, കാസർഗോഡ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളും അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ നോട്ട്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഒരു ചാപ്റ്റർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിന്റെ. സെക്കൻഡ് ചാപ്റ്റർ അടുത്ത് തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമുക്കിപ്പോ എക്സാമിന് മുൻപ് ഇപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ കോവിഡ് ഡ്യൂട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് മാക്സിമം യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നതാണ് അടുത്ത ദിവസം തന്നെ. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ്സിൽ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലർ നോട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതെനിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ അയക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, +1 സുവോളജി എക്സാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പാറ്റേൺ ഇതാണ്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് ക്വസ്റ്റ്യന്റെ നമ്പറിലും ഒക്കെ വ്യത്യാസം വരാട്ടോ. ഇപ്രാവശ്യം ആയതുകൊണ്ട് ഓരോ കാറ്റഗറിയിലും ഇപ്പൊ പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സാധാരണ 10 എണ്ണം തന്നിട്ട് എഴുതാനായിട്ട് 20 എണ്ണം തന്നിട്ട് എഴുതാൻ പറയും. കാരണം 60 മാർക്കിനുള്ള 30 മാർക്കിന്റെ എക്സാമിന് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എനിവേ ഞാൻ ഈ ഒരു കാര്യം, അതായത് ബോട്ടണി സുവോളജിയും ഒരുമിച്ചാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പൊ ബോട്ടണിക്ക് 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം, സുവോളജിക്ക് 10 മിനിറ്റ്, 5 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം അടക്കം സെപ്പറേറ്റ് മെയിൻ ഷീറ്റുകളിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസിന്റെ സ്കോറുകൾ എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.